ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് കോളിഫ്ലവർ കുറുമയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സും കോളിഫ്ലവറും ചേർത്ത് എങ്ങനെയാണ് കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം, ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം. ഇനി നമുക്ക് സോയ ചങ്ക്സ്, ഞാനിതിവിടെ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. 100 ഗ്രാം സോയ ചങ്ക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈങ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കാം. കൂടെ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ സവാളയും ഈ മസാലയും ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പാകത്തിന് വഴന്ന് കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഈ സോയ ചങ്ക്സ് ഇപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇതിൽ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതൊന്നിങ്ങനെ നുള്ളിയെടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ മസാല ഒന്നുള്ളിൽ സോയ ചങ്ക്സിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സോയ ചങ്ക്സും ഞാൻ ഇതേപോലെ തന്നെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ചേർത്തിട്ട് നമുക്ക് സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് വെന്ത് ആ വെള്ളം വല്ലാതെ അബ്സോർബ് ചെയ്തെടുക്കും സോയ ചങ്ക്സ് വേകുമ്പോഴേക്കും ഈ വെള്ളമെല്ലാം ശരിക്കും അബ്സോർബായി തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത്, കുറച്ച് വെള്ളം മതി, ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഈ ഒരു പാകത്തിന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടണം. നമുക്കിത് നമ്മുടെ സോയ ചങ്ക്സ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി വരണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോയ ചങ്ക്സ് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചാൽ നന്നായിട്ട് വറ്റി കിട്ടുകയും ചെയ്യും. ഞാൻ ഈ ഒരു പാകത്തിന് നിർത്തുകയാണ് ഫ്ലെയിം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.